നിങ്ങൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുന്നയിക്കുന്ന വിഷയങ്ങളുണ്ടായില്ലേ, അവർ പല ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അവർ പല ആശയങ്ങളെ ഉന്നയിക്കണേ കാണാം. അതൊന്നും പലപ്പോഴും ക്രിസ്ത്യനായിരിക്കണം നിർബന്ധമില്ല. ഞാനിതുകൊണ്ടാണ് പല കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാത്തത്. എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ നയിക്കപ്പെടുന്ന. കാരണം പരിശുദ്ധാത്മ നിറക്കാത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കും, നിർവീര്യമായി പോകും. ഉടമ്പടിക്കാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം നമ്മളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും രക്ഷിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. അതെപ്പോഴും ഓർക്കണം. ദൈവം രക്ഷിക്കണം. കാര്യം നമ്മളെന്താ, നമ്മൾ വെടിപ്പും മെനയുമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുക. എനിക്കറിയാമല്ലോ, ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വചനം വായിച്ച്, അതായത് 14:9 തോബീസ് എന്ന് പറയുന്ന അപ്പനാ. അപ്പൻ തോബിയാസ് എന്ന് പറഞ്ഞ മകനെ ഒരു സ്ഥലത്തേക്ക്, അത് ഡിയാസ്പ്ര, അതായത് അവർ യുദ്ധത്തിൽ പാലായനം ചെയ്യണ സമയത്ത് ഈ തോബിത്തെന്ന് പറയുന്ന ആൾ 10 താലന്ത് വെള്ളി ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന്. അപ്പം അത് വാങ്ങിക്കാൻ വിടുന്ന രംഗങ്ങളാണ് ഈ തോബിത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. മനോഹരമായൊരു പുസ്തകമാണ്, നിങ്ങൾ വായിക്കണേ. അതൊരു കവനൻ്റ് ലൈഫിൻ്റെ നിമ്നോന്നതങ്ങളും ഉഷ്ണ വസന്ത ശീതോഷ്ണ കാലാവസ്ഥകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന, അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. ഞാനത് ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം, തോബിത്തിൻ്റെ പുസ്തകം ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം അതിൻ്റെ 14:9 വായിച്ചോളൂ. നിനക്ക് ശുഭം ഭവിക്കാൻ, എന്നിട്ട് പറഞ്ഞ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പൊ പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എൻ്റെ അത്. ഈ ഡ്രൈ കവനൻ്റ് എന്ന് പറഞ്ഞ കാര്യം, നിങ്ങളിങ്ങനെ പത്രം കൊടുത്ത് കുറേ രോഗികളെയും പോയി കണ്ടേച്ചും പെരുമാറ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ കവനൻ്റ് ആയിപ്പോവും. പെരുമാറ്റത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നയിക്കേണ്ടത്? ദൈവസ്നേഹമായിരിക്കണം. സ്നേഹമാണ് വായിച്ചോളൂ. അതാണ് സ്നേഹമാണ് ഈ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹം വളരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് കരുണ. ശരിക്കും നമ്മൾ കരുണയെ അങ്ങനെ നേരിട്ട് കരുണയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കഥയില്ല. കാര്യം അത് ഇപ്പോൾ ഒരു പേരമരത്തിൽ ഒരു കായ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഒരു ഫലമാണ് കരുണയെന്ന് പറയണത്. കരുണ ഒരു ഫലമാണ്. അതുപോലെ തന്നെ. പക്ഷേ എന്തിലാണ് ഉണ്ടായിരിക്കണത്? അത് സ്നേഹത്തിലാണ് ഉണ്ടാകണത്. അപ്പം നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന രോഗികളെ നിങ്ങൾ പോയി കാണുന്നു. അപ്പം നിങ്ങൾ ആ രോഗികളെ കാണുമ്പോഴേ വേറെ ഒരു കാര്യവും നിങ്ങളെ സ്വാധീനിക്കരുത്. അയാൾ ബന്ധുവാണ്, അയാൾ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നന്ദി നമ്മളോട് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുക്കളൊക്കെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് അജണ്ടകളുണ്ട് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിൽ. അത് ഡ്രൈ കവനൻ്റെ ഭാഗമാണ്. അതായത് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ ഈ ജന്മത്തിൽ നമ്മളവരെ കാണുന്നില്ലെന്ന് തന്നെ വിചാരിക്കണം. കാര്യം എന്താണ്? അവരല്ല നമ്മളുടെ റെഫറൻസ് പോയിൻ്റ്. ആരാണ്? ദൈവസ്നേഹമാണ്, ദൈവമാണ് എൻ്റെ വിഷയം. അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കവനൻ്റ് നിങ്ങളെ ഈ ചില പക്ഷികളുടെ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷികളെ നമ്മൾ ചിറക് മുറിക്കത്തില്ലേ, അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉടമ്പടിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ രീതി അനുസരിച്ച് അതിൻ്റെ ചിറക് മുറിച്ച് കളയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഈ ചിറക് മുറിച്ച പക്ഷി അധികം പറക്കത്തില്ലല്ല. പറക്കേണ്ട പക്ഷി തത്തിക്കളിക്കേ ഉള്ളൂ.
നിങ്ങളുടെ പല ഉടമ്പടിയും തത്തിക്കളിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിതിൻ്റെ ചിറക് മുറിച്ചിട്ടിരിക്കുകയാണ്. ചിറകെന്താ മുറിച്ചിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ നിങ്ങളൊരു ഇത് മുഴുവൻ അവൻ പറയണ പോലെ ചൊല്ലുകയല്ലേ, ചെയ്യുകയല്ലേ. ചെയ്യുന്ന കാര്യത്തിൽ നല്ല കടുത്ത ദൈവസ്നേഹം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ കടുത്ത ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ.